ആടാ മക്കളെ, നമുക്ക് ഇനി പഠിക്കാനുള്ളത് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ആണ്. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. ഉദാഹരണത്തിന് ക്രോസ് പ്രോഡക്റ്റ്. ഇപ്പോൾ വി ഹാവ് ടു വെക്ടേഴ്സ്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള ആംഗിൾ തീറ്റയാണ്. Now you can see A cross B. അങ്ങനെ എഴുതാം, A cross B. A cross B ന്റെ ഡെഫിനിഷൻ A മോഡുലസ് A, B മോഡുലസ് B, സൈൻ തീറ്റ, സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം. പക്ഷേ ഞാൻ നിങ്ങളോട് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രോസ് പ്രോഡക്റ്റ് ഒരു വെക്റ്റർ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ വെക്റ്റർ പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? കിട്ടുന്ന ഉത്തരം ഒരു വെക്റ്റർ ആയിരിക്കണം. പക്ഷേ ഇതൊരു മോഡുലസ് ആണ്, ഇതൊരു മോഡുലസ് ആണ്, ഇതൊരു മോഡുലസ് ആണ്. ഇതൊക്കെ വെറും മാഗ്നിറ്റ്യൂഡുകൾ മാത്രമാണ്. അപ്പോൾ വലതു ഭാഗം എന്തായിട്ടില്ല? വെക്റ്റർ ആയിട്ടില്ല. പിന്നൊരു കാര്യം കൂടെ ഞാൻ ഇതിനു മുമ്പേ പഠിപ്പിച്ചിരുന്നു. ഒരു മാഗ്നിറ്റ്യൂഡിനെ നിങ്ങൾക്ക് എന്താക്കി മാറ്റാം? വെക്റ്ററാക്കി മാറ്റാം. എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് വെക്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ട ഒരു യൂണിറ്റ് വെക്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തിനു വേണ്ടി? ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എ ക്രോസ് ബി എന്താണ്? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ യൂണിറ്റ് വെക്റ്റർ എൻ, വേർ cap n equal to unit vector in the direction of vector A cross vector B. A cross B എന്ന് പറയുന്ന ഒരു വെക്ടറിന്റെ ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടറാണ് യൂണിറ്റ് വെക്ടർ. ഇത് ഭയങ്കര ദേഷ്യം പിടിച്ചു നോക്കി അല്ലേ? ഇപ്പൊ നിങ്ങളെന്നോട് ചോദിക്കാൻ എന്ത് വർത്താന ഭാഷ പറയണേ? നിങ്ങൾ എ ക്രോസ് ബി അല്ലേ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നേ? ഓക്കെ, എ ക്രോസ് ബി ഞങ്ങൾക്ക് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ എ ബി സൈൻ തീറ്റ എടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു. ഓക്കെ, അത് ഞങ്ങൾ എടുത്തോളാം. പിന്നെ യൂണിറ്റ് വെക്ടർ എണ്ണം എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രോസ് ബി അല്ലേ നമുക്ക് അറിഞ്ഞുകൂടാത്ത. അപ്പോൾ പിന്നെ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? അതല്ലേ നിങ്ങളെ മനസ്സിലുള്ള ചോദ്യം? സ്വാഭാവികമാണ്, അത് തന്നെ നിങ്ങളെ മനസ്സിൽ ചോദ്യമായിട്ട് വരേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുക? അതിനൊരു പണിയുണ്ട്. ആ പണീൻ്റെ പേരാണ് റൈറ്റ് ഹാൻഡ് റൂൾ. എന്താണ് റൈറ്റ് ഹാൻഡ് റൂൾ? റൈറ്റ് ഹാൻഡ് റൂൾ. ഞാനിപ്പോൾ ഒരു പെടലിൽ പെടാൻ പോവാണ്, ഒന്നാം തരം പെടലിൽ പെടാൻ പോവാണ്. എന്താ പെടലെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ മേലെ എഴുതിയിട്ടാണ്, എന്നിട്ട് മുന്നിൽ നിന്നാണ് വീഡിയോ പിടിക്കണേ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ വലത്തെ കൈ കാണിക്കുമ്പോൾ ഇടത്തെ കൈയായിട്ടാണ് അത് പിടിക്കുക. കാരണം മുന്നിൽ നിന്ന് ക്യാമറ പിടിച്ച സാധനത്തിനെ തിരിച്ചിട്ടാണ് നിങ്ങൾക്ക് അയക്കുന്നത്. അപ്പോൾ എൻ്റെ വലത്തെ കൈ ഇടത്തെ കൈ ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ബേസിക്കലി റൈറ്റ് ഹാൻഡറാണ്. നിങ്ങളെ ഞാൻ പഠിപ്പിക്കുമ്പോൾ മുഴുവനും ലെഫ്റ്റ് ഹാൻഡിൽ എഴുതും പോലെയല്ലേ കാണുന്നത്. അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ ഞാനിത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടാണെങ്കിലും നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചാണ്. ഓക്കെ, ആ ഗ്യാരണ്ടി നിങ്ങൾ എനിക്ക് തരണം. ഈ തെറ്റിന് ഞാൻ ഉത്തരവാദിയല്ല, ടെക്നിക്കൽ മിസ്റ്റേക്കാണ്. നോക്കൂ, എന്താണ് റൈറ്റ് ഹാൻഡ് റൂൾ? റൈറ്റ് ഹാൻഡ് നിയമം പറയുന്നു, നിങ്ങൾ വലത്തെ കൈ നിവർത്തി വെക്കണം. വലത്തെ കൈ നിവർത്തി വെക്കാൻ കോൺഗ്രസിൻ്റെ ചിഹ്നം പോലെയല്ല, ഇങ്ങനെ നിവർത്തി വെക്കണം. കോൺഗ്രസിൻ്റെ ചിഹ്നം ഇങ്ങനെയല്ലേ? ഇങ്ങനെ നിവർത്തി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് വിരലുകളെ, ഇതാണ് വിരലുകൾ. ഓക്കെ, ഈ മാടി വിളിക്കുന്നതാണ് വിരലുകൾ. ഫിസിക്സിൽ ഇതിനെ തമ്പെന്നാണ് വിളിക്കുക. തമ്പ് ഒരു വിരലായിട്ട് കൂട്ടൂല. ഇതാണ് ഫിംഗേഴ്സ്, ആണ് വിരലുകൾ. ഇവരാണ് ഫിംഗേഴ്സ്. ഇത് തമ്പ് വേറെ തന്നെയാണ്. അപ്പം നിങ്ങൾ വലത്തെ കൈയിനെ നിവർത്തി വെക്കണം. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് എ ക്രോസ് ബി ആണ് കാണേണ്ടതെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് വളക്കത്തക്ക രീതിയിൽ വലത്തെ കൈയിനെ നിവർത്തി വെക്കുമ്പോൾ തമ്പ് തരുന്നതാണ് ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി. ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ വെച്ചു വിചാരിക്കുക, വലത്തെ കൈയിനെ എനിക്ക് എയിൽ നിന്ന് ബിയിലേക്ക് വളയ്ക്കാൻ പറ്റൂല, റൈറ്റ്? അപ്പം ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് വളയ്ക്കാൻ വിരൽ ഇങ്ങനെ വെക്കണം. ശരി, അപ്പം ഞാൻ ഇങ്ങനെ കണ്ടില്ലേ, എനിക്ക് എയിൽ നിന്ന് ബിയിലേക്ക് വിരലിനെ വളയ്ക്കാം. അപ്പം തമ്പ് തരുന്നതാണ് എ ക്രോസ് ബി. അപ്പം തമ്പ് എങ്ങോട്ടാ തരിക? എയിൽ നിന്ന് ഔട്ട്വേർഡ്സ്, അല്ലെങ്കിൽ ടുവേർഡ്സ് മീ. കണ്ടില്ലേ? ടുവേർഡ്സ് മീ.
അപ്പോൾ ഇതാണ് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ. അപ്പോൾ എ എൻ വെക്ടറിൻ്റെയും ബി വെക്ടറിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് മീ. യു ഗോട്ട് ഇറ്റ്? അപ്പം നിയമം എങ്ങനെ എഴുതുക? അത് എഴുതി വെച്ചോളൂ. ഇമാജിൻ ടു curl the fingers of right hand from direction of vector A to the direction of vector B. അതായത് ഇമാജിൻ ടു കേൾ എന്ന് പറഞ്ഞാൽ വളയ്ക്കുക എന്നർത്ഥം. CURL. ഇമാജിൻ ടു കേൾ the fingers of right hand from direction A to B. Then the thumb point along the direction of A cross B. That's it. അപ്പോൾ നിങ്ങൾക്ക് ബി ക്രോസ് എ ആണ് കണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബിയിൽ നിന്ന് എയിലേക്ക് വിരലിന് തിരിക്കണം. ബിയിൽ നിന്ന് എയിലേക്ക് വിരലിന് തിരിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? അപ്പോൾ നിങ്ങളുടെ പ്രശ്നം തീർന്നേ. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാം നമുക്കിപ്പോൾ മനസ്സിലായി. ഓക്കെയാണ്? ഉറപ്പാണ്? ശരി. ദാറ്റ് ഈസ് വാട്ട് ദ റൈറ്റ് ഹാൻഡ് റൂൾ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഓർത്തോനോർമൽ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ കാര്യമാണ്. ഓർത്തോനോർമൽ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ്. ആരായിരുന്നു ഓർത്തോനോർമൽ യൂണിറ്റ് വെക്ടേഴ്സ്? ഓർമ്മയുണ്ടോ? IJK എന്ന് വെച്ചാൽ XYZ ഡയറക്ഷനിലെ ആൾക്കാർ. നമുക്ക് XYZ വരയ്ക്കാം. സപ്പോസ് ദിസ് ഈസ് X axis, this is Y axis, and this is Z axis. Okay, and this much will be minus X, and this much is minus Y, and that much is minus Z. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് വെക്ടർ I, ഇങ്ങോട്ടേക്കുള്ളത് മൈനസ് I, ഇത് യൂണിറ്റ് വെക്ടർ J, ഇങ്ങോട്ടേക്കുള്ളത് മൈനസ് J, ഇങ്ങോട്ടേക്കുള്ളത് യൂണിറ്റ് വെക്ടർ K, അങ്ങോട്ടേക്കുള്ളത് മൈനസ് K. ഇത് 3 ഡയമെൻഷനാണ് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ട്രൈ. ഇങ്ങോട്ടുള്ളത് K, അങ്ങോട്ടുള്ളത് മൈനസ് K. I മൈനസ് I, J മൈനസ് J, K മൈനസ് K. ഇങ്ങനെയാണ്, റൈറ്റ്? ഓക്കെ, ലെറ്റ്സ് ട്രൈ. വാട്ട് അബൌട്ട് I ക്രോസ്? ഓരോന്നായി ചെയ്യാം. I ക്രോസ് I, A ക്രോസ് B പോലെ. മോഡുലസ് ഓഫ് വെക്ടർ A 1 into 1 into sin 0 into unit vector n. What is sin 0? 0. So 0 on unit vector n, which is a 0 vector. So I cross I is 0 vector. I cross I 0 എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. I cross I 0 vector ആണ്. What about I cross J? 1 into sin 90 unit vector n. Sin 90 is 1. So 1 into unit vector n. And what is that unit vector? Let's try. What is that unit vector? ആ യൂണിറ്റ് വെക്ടർ എങ്ങനെയെന്ന് കണ്ടുപിടിക്കാം. ഏതാ വേണ്ടത്? I ക്രോസ് J. അപ്പോൾ I അങ്ങോട്ടാണ്, J ഇങ്ങോട്ടാണ്. നോക്കല്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചാൽ എനിക്ക് ജെയിൽ നിന്ന് ഐയിലേക്ക് തിരിക്കാൻ പറ്റുള്ളൂ. തിരിക്കാൻ പറ്റില്ല. I to J ഇങ്ങനെ പിടിച്ചാൽ എനിക്ക് തിരിക്കാൻ പറ്റില്ല. അപ്പോൾ I to J തിരിക്കണമെങ്കിൽ ഇതാണ് I, ഇതാണ് J. I ക്രോസ് J, K. ഇങ്ങോട്ടല്ലേ വരുന്നത്? ഇങ്ങോട്ടൊക്കെ K ആണ്. സോ I ക്രോസ് J ഇസ് K. നോക്കണേ, നിങ്ങൾ വലത്തെ കൈ ഉപയോഗിക്കാവുള്ളൂ, ഇടത്തെ കൈ ഉപയോഗിക്കരുത്. റൈറ്റ് ഹാൻഡ് ഓൺലി. സോ ദാറ്റ് വിൽ ബി K. What about I cross K? I cross K is 1 into sin 90 into unit vector n. That is 1 into unit vector n. I cross K. ഏതാ നോക്കി? ഇങ്ങോട്ടേക്ക് I, ഇങ്ങോട്ടേക്ക് K. ഓക്കെ, I K. അപ്പോൾ ഐയിൽ നിന്ന് കെയിലേക്ക് തിരിക്കണമെങ്കിൽ കൈ ഇങ്ങനെ വെച്ചാലേ പറ്റുള്ളൂ. I ക്രോസ് K. താഴോട്ട് I ക്രോസ് K. ഇതങ്ങോട്ട് താഴോട്ട് ആരാ? മൈനസ് J. So that is minus J. കുറച്ചൊന്ന് ചിന്തിക്കാനുണ്ട്, ബുദ്ധി ഉപയോഗിക്കാനുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കൈ മാറിപ്പോൾ അത് നോക്കണം, വലത്തെ കൈയാണ്. I ക്രോസ് J കഴിയുമ്പോൾ ഇനി J ക്രോസ് I. 1 into sin 90 into unit vector n. That is 1 into unit vector n. എന്താണ് ആ 1? നോക്കൂ, ആരൊക്കെയാണ്? J ക്രോസ് I. J മേലോട്ട്, I അങ്ങോട്ട്. സോ J ക്രോസ് I. കണ്ടില്ലേ? J ക്രോസ് I മൈനസ് K.
that is minus k. Next is j cross j equal to 1 into 1 into sine 0 into unit vector n, that is 0 vector. Now about j cross k is 1 into 1 into sine 90 into unit vector n, that is sine 90 into unit vector n, j cross k. So what is that j? J, and it is k, right? J and k. J and k. J cross k. Yeah, it is I. Now if I say k cross I, 1 into sine 90 into unit vector n, that is equal to k cross I. So k is outwards, I is rightwards. അപ്പോൾ k ഇങ്ങോട്ടേക്കാണ് കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ വെക്കണം കൈ. k to I. ശരി? k to I. Yeah, it is j. So it is j. Next is k cross j. K cross j. What is k? Yeah, ഇങ്ങോട്ട്. j അങ്ങോട്ട്. അപ്പോൾ k, ഓക്കെ, j മേലോട്ട്. അപ്പോൾ ഇങ്ങനെ വെക്കേണ്ടി വരും അല്ലേ? k cross j. ഇങ്ങനെ വെച്ചാലേ പറ്റുള്ളൂ. k cross j അല്ലേ? k ഇങ്ങനെ, j ഇങ്ങനെ. It is minus I. This is it. ഓർത്തോ നോർമൽ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്, സോറി ക്രോസ് പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ചോദിക്കുക പരീക്ഷയ്ക്ക് സാറേ എന്താ ഇപ്പോൾ ചെയ്യുക, എങ്ങനെ കയ്യൊക്കെ തിരിച്ച് വെച്ചു, സമയം ഒരുപാട് പോയില്ല. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഐ ജെ കെ ഇങ്ങനെ എഴുതാം. മൂന്നാൾക്കാർ നോക്കിയാൽ മതി. ഐ ക്രോസ് ജെ കെ ആയിരിക്കും, ജെ ക്രോസ് കെ ഐ ആയിരിക്കും, കെ ക്രോസ് ഐ ജെ ആയിരിക്കും. നോക്കി നോക്കി ശരിയല്ലേ? ഐ ക്രോസ് ജെ കെ, ജെ ക്രോസ് കെ ഐ, കെ ക്രോസ് ഐ ജെ. കണ്ടില്ലേ? മറ്റേ അവസാനത്തെ നമ്മൾ എഴുതിയില്ല കേട്ടോ. കെ ക്രോസ് കെ അതൊന്നും എഴുതാനില്ല, അത് 0 വെക്ടർ ആയിരിക്കും അല്ലേ? പിന്നെ ഉള്ളത് അപ്പോൾ എങ്ങനെ തിരിയുമ്പോൾ എങ്ങനെ ഇപ്പോൾ ഇങ്ങനെയല്ലേ തിരിഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പോസിറ്റീവാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്ത് നോക്കാം. കെ ക്രോസ് ജെ മൈനസ് ഐ ആയിരിക്കും. നോക്കി നോക്ക്, കെ ക്രോസ് ജെ മൈനസ് ഐ. ജെ ക്രോസ് ഐ മൈനസ് കെ ആയിരിക്കും. നോക്കി നോക്ക്, ജെ ക്രോസ് ഐ മൈനസ് കെ കറക്റ്റാണ്. ഐ ക്രോസ് കെ മൈനസ് ജെ ആയിരിക്കും. നോക്കി നോക്കുന്നത് ഐ ക്രോസ് കെ മൈനസ് ജെ എന്ന് വെച്ചാൽ ഈ കറക്കത്തിൽ കിട്ടുന്നത് നെഗറ്റീവാണ്. ഏതാണ്ട് ഡാഗിനീനെ പോലെയായി അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതാണ് സംഭവം, ഒരു ഓർത്തോ നോർമൽ യൂണിറ്റ് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ്. ദാറ്റ്സ് ഇറ്റ്. നോക്കാം. ഇനി നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് എനി ടു വെക്ടേഴ്സ്, ഏതെങ്കിലും രണ്ട് വെക്ടറിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡ് ഹെഡിങ് അതാണ്, ക്രോസ് പ്രോഡക്റ്റ് ഓഫ് എനി ടു വെക്ടേഴ്സ്. ഇപ്പോൾ ലൈക്ക് എ ക്രോസ് ബി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എ ഈസ് എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ. വെക്ടർ ബി ഈസ് ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി സെഡ് കെ. ഇവരുടെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. ചെയ്യാം. അപ്പോൾ വെക്ടർ എ ക്രോസ് ബി ഈക്വൽ ടു, ഇവരെ ക്രോസ് ചെയ്യണം, എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ ക്രോസ് ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി സെഡ് കെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റിടത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. വാട്ട് യു ഹാവ് ടു ഡു ഈസ് ടേക്ക് വൺ, ക്രോസ് വിത്ത് ഓൾ, ടേക്ക് സെക്കൻഡ്, ക്രോസ് വിത്ത് ഓൾ, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ എ എക്സ് ബി എക്സ് ഐ ക്രോസ് ഐ പ്ലസ് എ എക്സ് ബി വൈ
ഐ ക്രോസ് ജെ പ്ലസ് എ എക്സ് ബി സെഡ് ഐ ക്രോസ് കെ. അപ്പോൾ ഇവനെടുത്തു ടിക് ടിക് ടിക്. ഇനി ഇവനെടുക്കുക ഓരോന്നോരോന്നോരോ. എ വൈ ബി എക്സ് ജെ ക്രോസ് ഐ പ്ലസ് എ വൈ ബി വൈ ജെ ക്രോസ് ജെ പ്ലസ് എ വൈ ബി സെഡ് ജെ ക്രോസ് കെ പ്ലസ് എ സെഡ് ബി എക്സ് കെ ക്രോസ് ഐ പ്ലസ് എ സെഡ് ബി വൈ കെ ക്രോസ് ജെ പ്ലസ് എ സെഡ് ബി സെഡ് കെ ക്രോസ് കെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓരോരുത്തരെയായിട്ട് ക്രോസ് ചെയ്തു. ഇനി ഞാൻ നിങ്ങളുടെ ആ പറഞ്ഞ സംഭവം ഓർത്ത് വയ്ക്കണം. ഐ ക്രോസ് ജെ, ജെ ക്രോസ് കെ, കെ ക്രോസ് ഐ. നോക്കാം, എന്നൊന്ന് സഹായിക്കേണ്ടി വരേ. അപ്പോൾ എ ക്രോസ് ബി എന്താണെന്ന് നോക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ഇവരിൽ ഇവരൊക്കെ സീറോസ് ആവും അല്ലേ? ഐ ക്രോസ് ഐ, ജെ ക്രോസ് ജെ, കെ ക്രോസ് കെ സീറോസ് ആണ്. പിന്നെ ബാക്കിയുള്ളവരുണ്ടാവുക. അപ്പോൾ എന്താ വരിക നോക്കി? എ എക്സ് ബി വൈ ഐ ക്രോസ് ജെ, ഐ ക്രോസ് ജെ ഇസ് കെ പ്ലസ് എ എക്സ് ബി സെഡ്, എ എക്സ് ബി സെഡ് ഐ ക്രോസ് കെ. ഇങ്ങോട്ടല്ലേ വരിക? ഐ ക്രോസ് കെ മൈനസ് ജെ പ്ലസ് എ വൈ ബി എക്സ് ജെ ക്രോസ് ഐ നെഗറ്റീവാണ്, നെഗറ്റീവ് കെ പ്ലസ് എ വൈ ബി സെഡ്, എ വൈ ബി സെഡ് ജെ ക്രോസ് കെ, ജെ ക്രോസ് കെ ഇസ് ഐ പ്ലസ് എ സെഡ് ബി എക്സ്, A Z Bx K cross I, K cross I is J plus A Z By, A Z By K cross J is minus I. So that is equal to. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഐ ഉള്ളതിനൊക്കെ ഒരുമിച്ചും ജെ ഉള്ളതിനൊക്കെ ഒരുമിച്ചും ക്ലബ് ചെയ്യാം. അപ്പോൾ പോസിറ്റീവായി ഉള്ളത് എ വൈ ബി സെഡ് മൈനസ് എ സെഡ് ബി വൈ ഐ. ഓക്കെ, പിന്നെ ഉള്ളത് പ്ലസ് ജെൻ്റെതാണ്. ജെ ഉള്ളത് എ സെഡ് ബി എക്സ് മൈനസ് എക്സ് ബി സെഡ് ജെ പ്ലസ് കെ ഉള്ളത് എവിടെ? എ എക്സ് ബി വൈ മൈനസ് എ വൈ ബി എക്സ് ഇൻറ്റു കെ. ഇതാണെന്ത്? എ ക്രോസ് ബിയുടെ ഇക്വേഷൻ. അപ്പോൾ ഞാൻ നിങ്ങളെ ഭയങ്കര സങ്കടത്തിലാക്കി. എന്താ? നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, സാർ ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യേണ്ടി വരുമോ? എൻ്റെ ഉത്തരം വേണ്ടി വരും. പലപ്പോഴും നമുക്കിത് ആവശ്യമായിട്ട് വരും. ക്രോസ് പ്രോഡക്റ്റ് എടുക്കേണ്ടി വരും. അയ്യോ എൻ്റെ സാറേ, ഇത്ര വലിയ ഇക്വേഷൻ എങ്ങനെയാണ് ഞങ്ങൾ പഠിക്കുക? ഇതല്ലേ ചോദ്യം. ഒരു എളുപ്പപ്പണിയാണ് ഞാൻ, ഒരു എളുപ്പപ്പണി. അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഇവനെ ഇങ്ങനെ തിരിച്ചിടുക. ആരെ? ഈ സാധനത്തിനെ ഇങ്ങോട്ടേക്ക് എഴുതി ഈ പ്ലസിനെ മൈനസ് ആക്കുക. ഓക്കെ, അതിനെ തിരിച്ചിട്ടിട്ട് അപ്പോൾ എങ്ങനെയിട്ടാ? എ ക്രോസ് ബി ഈക്വൽ ടു എങ്ങനെ വരിക? എ വൈ ബി സെഡ് മൈനസ് എ സെഡ് ബി വൈ ഐ മൈനസ് പിന്നെ തിരിച്ചു എ എക്സ് ബി സെഡ് മൈനസ് എ സെഡ് ബി എക്സ് ജെ പ്ലസ് കെ ഇൻറ്റു എ എക്സ് ബി വൈ മൈനസ് എ വൈ ബി എക്സ് കെ. ഓക്കെ, വെറുതെ ഞാൻ ഇതിനെ മാത്രം എന്ത് ചെയ്തു? ഇതിനെ മാത്രം ഞാൻ തിരിച്ചിട്ടു. എന്തിനാ തിരിച്ചതെന്ന് കാണിച്ചു തരാം.
ഒരു എളുപ്പപ്പണി പറഞ്ഞു തരാനാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇത് മായ്ക്കും, എന്നിട്ട് ഞാൻ എളുപ്പപ്പണി പഠിപ്പിക്കും, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പപ്പണി നോക്കുക അല്ലേ. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എ ക്രോസ് ബി അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എ ക്രോസ് ബി കണ്ടുപിടിക്കേണ്ടത്. വെക്ടർ എന്താ? എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ. വെക്ടർ ബി ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി സെഡ് കെ. ഇത് കണക്കിലെ ഡിറ്റർമിനൻറ്റ് മെത്തേഡ് എന്നൊക്കെയാണ് പറയുക. അത് +2 നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. അപ്പം ഞാൻ തൽക്കാലം കണക്കൊന്നും പറയുന്നില്ല, ഒരു എളുപ്പപ്പണി അത്ര തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ എ ക്രോസ് ബി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 വരയ്ക്കുള്ളിൽ, തൽക്കാലം 2 വരയ്ക്കുള്ളിൽ ഡിറ്റർമിനൻറ്റ് മെത്തേഡ് എന്നൊക്കെ മാത്തമാറ്റിക്സ് ടീച്ചറൊക്കെ പറയാം, നമുക്ക് അതൊന്നും വേണ്ട. 2 വരയ്ക്കുള്ളിൽ ആദ്യം ഐ ജെ കെ എന്ന് എഴുതാം. ഓക്കെ, ആദ്യം ഐ ജെ കെ എന്ന് എഴുതുക. എ ക്രോസ് ബി ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതുക? എ എക്സ് എ വൈ എ സെഡ് എന്ന് എഴുതുക. പിന്നെ ബി എക്സ് ബി വൈ ബി സെഡ് എന്ന് എഴുതുക. ബി ക്രോസ് എ ആണെങ്കിൽ ആദ്യം ബി എഴുതണം, പിന്നെ എഴുതണം. ദാറ്റ്സ് ഓൾ. അപ്പോൾ എ ക്രോസ് ബി ആണ് കണ്ടുപിടിക്കുന്നത്. എ എക്സ് എ വൈ എ സെഡ്, പിന്നെ ബി എക്സ് ബി വൈ ബി സെഡ് എന്ന് എഴുതുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐ ഇൻറ്റു I into ഇതിൽ I ഉൾപ്പെടുന്ന കള്ളി 2 ഒഴിവാക്കുക. ഇങ്ങനെ ഒഴിവാക്കുക, അങ്ങനെ ഒഴിവാക്കുക. അപ്പോൾ പിന്നെ ബാക്കി രണ്ടാവുക എ വൈ എ സെഡ് ബി വൈ ബി സെഡ്. ഓക്കെ, പിന്നെ ഒരു മൈനസ് ഇടുക. ജെ ഇടുന്ന, ഓക്കെ, എന്താണ് ജെ വരുന്ന കള്ളി 2 വര 2 ഒഴിവാക്കുക. ഇത് ഒഴിവാക്കുക, ഇത് ഒഴിവാക്കുക. അപ്പോൾ പിന്നെ രണ്ടാവുക എ എക്സ് എ സെഡ് ബി എക്സ് ബി സെഡ് പ്ലസ്, ഇപ്പം കണ്ടില്ല ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് തിരിഞ്ഞു, അവസാനം പ്ലസ് കെ ഇടുന്ന 2 ഒഴിവാക്കുക. കെ 2 വരെ ഒഴിവാക്കുക. അപ്പോൾ എ എക്സ് എ വൈ ബി എക്സ് ബി വൈ. സോ എ ക്രോസ് ബി ഈക്വൽ ടു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐ ഇൻറ്റു ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് മറ്റേ കുറയ്ക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഗുണിച്ചിട്ട് ഇങ്ങനെയുള്ള ഗുണിച്ചത് കുറയ്ക്കുക. പറഞ്ഞു എ വൈ ബി സെഡ് മൈനസ് എ സെഡ് ബി വൈ മൈനസ് ജെ ഇൻറ്റു എ എക്സ് ബി സെഡ് മൈനസ് എ സെഡ് ബി എക്സ് പ്ലസ് കെ ഇൻറ്റു എ എക്സ് ബി വൈ മൈനസ് എ വൈ ബി എക്സ്. നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തോളൂ, ഞാൻ ആ പറഞ്ഞിടത്ത് തന്നെ എത്തിയില്ലേ. കണ്ടില്ല, ഇതിപ്പം ഒരു പ്രയാസമില്ലല്ലോ, 3 വര വരയ്ക്കാൻ മാത്രം പഠിച്ചാൽ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇങ്ങനെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ശരി, ഒരു സിമ്പിൾ എക്സാമ്പിൾ വേണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ വെക്ടർ എ ഈക്വൽ ടു 2i പ്ലസ് ജെ പ്ലസ് കെ 3k. വെക്ടർ ബി ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് 2k. ഇവരെ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പം നിങ്ങൾ എ ക്രോസ് ബി ചെയ്യാൻ എന്ത് ചെയ്യണം? ഐ ജെ കെ ഇങ്ങനെ ഇടണം ആദ്യം. എന്നിട്ട് എൻ്റെ കോഎഫിഷ്യൻസ് തരണം 2 1 3 1 1 2. എന്നിട്ട് എന്ത് ചെയ്യണം? സോ എ ക്രോസ് ബി ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം? ഐ ഇൻറ്റു, ശരി, ഐ ഇൻറ്റു വേണമെങ്കിൽ അത് കള്ളിയിൽ എഴുതാം. ഐ ഉള്ള റോയും കോളവും കളഞ്ഞാൽ 1 3 1 2 മൈനസ് ജെ ഇൻറ്റു ജെ ഉള്ള 2 വരെയും കളഞ്ഞാൽ 2 3 1 2. മനസ്സിലായില്ല? എന്താ ജെ ഉള്ള
കുത്തനെയുള്ള വരയും നേരെയുള്ള വരയും കളയണം. പ്ലസ് കെ ഇൻറ്റു കുത്തനെയുള്ള വരയും നേരെയുള്ള വരയും കളഞ്ഞാൽ കെനോടൊപ്പം കളഞ്ഞാൽ 2 1 1 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 1 ഇൻറ്റു 2 2 2 മൈനസ് 3. ശരി, ഇങ്ങനെ ഗുണിക്കണം, മൈനസ് ഇങ്ങനെ. ഇവിടെ മൈനസ് ജെ ഇൻറ്റു 2 ഇൻറ്റു 2 4 മൈനസ് 3 പ്ലസ് കെ ഇൻറ്റു എത്രയാ 2 മൈനസ് 1. അപ്പോൾ എത്ര വരും? 2 മൈനസ് 3 മൈനസ് ഐ ക്യാപ്, 4 മൈനസ് 3 മൈനസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എ ക്രോസ് ബിയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ പഠിച്ചു. ഏത് രണ്ട് വെക്ടേഴ്സ് തന്നാലും ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ പഠിച്ചു. ഓക്കെ, ഇനി ഈ ക്രോസ് പ്രോഡക്റ്റിൻ്റെ അപ്ലിക്കേഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്ലിക്കേഷൻ ഓഫ് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് നോക്കാം. മക്കളെ, ഇനി ക്രോസ് പ്രോഡക്റ്റിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. നമ്മൾ ക്രോസ് പ്രോഡക്റ്റിനെ കുറിച്ച് എന്താ പറയാൻ നോക്കാം. എങ്ങനെയാണ് ക്രോസ് പ്രോഡക്റ്റിൻ്റെ അപ്ലിക്കേഷൻ? വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ എ ക്രോസ് പി ചെയ്താൽ എന്താ കിട്ടുക? ഡയറക്ഷൻ എങ്ങോട്ടാണ് കിട്ടുക? എ ക്രോസ് ബി ചെയ്താൽ എങ്ങോട്ടാണ് ഡയറക്ഷൻ കിട്ടുക? ഇങ്ങോട്ടല്ലേ എ ക്രോസ് ബി. ഇനി ബി ക്രോസ് എ ചെയ്താൽ അങ്ങോട്ടല്ലേ കിട്ടുക? അപ്പോൾ അത് എയും ബിയും ഇരിക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? അപ്പോൾ എ ക്രോസ് ബി എയും ബിയും ഇരിക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്ന് വെച്ചാൽ അത് എക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ്, രണ്ട് വെക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് ക്രോസ് പ്രോഡക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈഡ് ഹെഡിങ് പ്രോപ്പർട്ടീസ് ഓഫ് ക്രോസ് പ്രോഡക്റ്റ് എന്നാണ്. രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി ഓർ ബോത്ത് ദ വെക്ടേഴ്സ്. അതാണ് രണ്ടാമത്തത്. എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ ഇൻറ്റു യൂണിറ്റ് വെക്ടർ. ഇഫ് എ ക്രോസ് ബി ന്റെ മോഡുലസ് ഈക്വൽ ടു 0, സൈൻ തീറ്റ ഈക്വൽ ടു 0, theta equal to 0, that is vectors are parallel. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ക്രോസ് പ്രോഡക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടെസ്റ്റ് ഫോർ പാരലൽ വെക്ടേഴ്സ്. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് cross product of two vectors is 0, then those two vectors are parallel vectors. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയുമ്പോൾ, ലെറ്റ് മീ സേ രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെയാ വിചാരിക്കുക. ഇതാണ് രണ്ട് വെക്ടേഴ്സ്, വെക്ടർ എയും ബിയും. അതൊരു ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആണ്. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. ഈ എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ എയും ബിയും ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആണ്. ഇനി നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമുണ്ട്. എന്താ? ഇതല്ലേ ഹൈറ്റ് എന്ന് പറയുന്ന സംഭവം അല്ലേ? വാട്ട് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ നമ്മൾ പഠിച്ചത്? ഹാഫ് ബി എച്ച് എന്നാണ് പഠിച്ചത്. ബി എന്ന് പറഞ്ഞാൽ ഇതാണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റും. ഇവിടെ ഹാഫ് ബി എച്ചിന് പകരം ഈക്വൽ ടു ഹാഫ് ബിക്ക് പകരം ഇവിടെ എ ആണുള്ളത്, എ എച്ച് ആണ്. ഇവിടെ ഹിയർ ഏരിയ ഈക്വൽ ടു ഹാഫ് എ എച്ച് ആണ് ഇവിടെ. ഇനി വാട്ട് ഈസ് സൈൻ തീറ്റ? വാട്ട് ഈസ് സൈൻ തീറ്റ ഈക്വൽ ടു? സൈൻ തീറ്റ ഈസ് എച്ച് ബൈ ബി. വാട്ട് ഈസ് സൈൻ തീറ്റ? സൈൻ തീറ്റ ഈസ് എച്ച് ബൈ ബി. So what is h equal to? B sin theta. So what is area of triangle? Area of triangle equal to half b के बारे में a half a ഇവിടെ മക്കളെ സൈഡ് ഹാഫ് എ, ബിക്ക് പകരം എച്ചിന് പകരം ബി സൈൻ തീറ്റ. ഇതാരാ? എ ബി സൈൻ തീറ്റ. ഹാഫ് എ ബി സൈൻ തീറ്റ എന്താ? മോഡുലസ് ഓഫ് എ ക്രോസ് ബി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് അടുത്ത പ്രോപ്പർട്ടി. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്
അതിൻ്റെ ഹാഫ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ഗിവ്സ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഓക്കെ, ഇനി ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് പ്രോപ്പർട്ടി. ഇപ്പം ഇതേപോലെ നമുക്ക് രണ്ട് വെക്ടേഴ്സ്, ആ രണ്ട് വെക്ടേഴ്സ് എയും ബിയും, രണ്ട് വെക്ടേഴ്സ് ഒരു പാരലോഗ്രത്തിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആ വിചാരിക്കാം. പാരലോഗ്രത്തിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ്, ഇവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്തെന്ന് കരുതുക, എച്ച് എന്ന് കരുതുക. ഓക്കെ, ഏരിയ ഓഫ് പാരലോഗ്രാം നമ്മൾ പഠിച്ച് ഏരിയ ഓഫ് പാരലോഗ്രാം ഈക്വൽ ടു ബി എച്ച് എന്നാണ് പഠിച്ചത്. നിങ്ങളത് പഠിച്ചാൽ ഈ ബിക്ക് പകരം ഇവിടെ സൈഡ് എ ആണ്, ഫ്ലാറ്റ് സൈഡ് എ ആണ്. സോ ഇറ്റ് ഈസ് എ എച്ച്. Now this is theta. What is sin theta? Sin theta is equal to h by b. So h is equal to b sin theta. So what is area of parallelogram? Equal to b. b ke pagaram a, h ne pagaram b sin theta. Alla ara a b sin theta a cross b യുടെ മോഡുലസ് ആണ്. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് പാരലോഗ്രത്തിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ നമുക്ക് ആ പാരലോഗ്രത്തിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റിനെ കുറിച്ച് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു.